ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ BA ഗ്രൂപ്പ് ബൺപത്തരിക്ക കാസർഗോഡ്. ഈ വീട് നിങ്ങൾക്കൊരു പക്ഷേ ഓർക്കുന്നുണ്ടാവും. ഇതിന് മുമ്പൊരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. ഈ വീടിൻ്റെ പോസ്റ്റ് നമ്പർ 470 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ. ഓരോ ആൾക്കാരും ഓരോ വിൽപ്പന നടത്തുമ്പോൾ, ഓരോ വീട് വിൽപ്പന നടത്തുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാൽ പോലും ചില സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടാണ് അവർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളാണ് നമുക്ക് അധികവും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്ന അങ്ങനെയുള്ള ഒരു വിഷമം കൊണ്ടാണ്, അവരുടെ കടമാവാം അല്ലെങ്കിൽ ബാങ്ക് ലോണാവാം, എന്തുമായിക്കോട്ടെ, അങ്ങനെയുള്ള വിഷമങ്ങൾ കൊണ്ട് ആണ് അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്ന് ഈ വീഡിയോ ആദ്യം തന്നെ, ഈ വീഡിയോ എന്നല്ല എല്ലാ വീഡിയോസും ആവശ്യക്കാരിലേക്ക് എത്തുന്നത് വരെ ഒന്ന് പരമാവധി ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളെല്ലാം പരമാവധി ഷെയർ ചെയ്യണം. ഇനി ഈ സ്ഥലം എവിടെയാണെന്നല്ലേ, ഇതിൻ്റെ പോസ്റ്റ് നമ്പർ നേരത്തെ പറഞ്ഞു 470 ആണ്. കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക പള്ളത്തടുക്ക ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം മാറി പുത്രക്കള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ടാർ റോഡിൽ നിന്ന് അടുത്തായിട്ടാണ് ഈ ഒരു 15 സെൻറ്റ് സ്ഥലവും 2 ബെഡ്റൂം അടങ്ങുന്ന ഈ ഒരു RCC വീടും ഉള്ളത്. അതുപോലെ തന്നെ ബസ് റൂട്ടിലേക്ക് വെറും 500 മീറ്ററാണ് ദൂരമുള്ളത്. ടാർ റോഡിലേക്ക് 150 മീറ്റർ ദൂരമുണ്ട്. ഓക്കെ, നല്ല പരന്ന ഭൂമിയാണ്. ഇതാ കണ്ടല്ലോ, ഫ്രണ്ടിൽ സീറ്റും അതുപോലെ തന്നെ ഫ്ലോർ കാവിയാണ്. ഓക്കെ, സിമെൻറ്റ് ഗ്രൗട്ട് ഇതാ കണ്ടല്ലോ. ഇവിടെ 2 തെങ്ങുണ്ട്. നിലവിൽ ഈ 15 സെൻറ്റ് സ്ഥലത്ത് വെള്ളമില്ല, ബോറ് ചെയ്തിട്ടില്ല. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇത് ഏത് മതസ്ഥർക്കും പറ്റിയ ഒരു വീടാണ്. അത്യാവശ്യം ചെറിയ ബജറ്റിനൊക്കെ വീട് ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ പറ്റിയ ഒരു വീടാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ ഷെയർ കൊണ്ടാണ് നമുക്കിത് വിൽപ്പന നടത്താൻ സാധിക്കുന്നതും. അങ്ങനെ വരുമ്പോഴാണ് ഓരോ വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ വിഷമങ്ങൾ മാറുന്നതും. ഓക്കെ, അത് ചിലത് ബാങ്ക് ലോൺ കാരണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് എത്രയും വേഗത്തിൽ തന്നെ വിൽക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതാ കണ്ടല്ലോ വീട്. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ മറ്റു കണക്കൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 22 ലക്ഷം രൂപയാണ്. ഓക്കെ, അതും ചെറിയ തോതിൽ നീക്കുപോക്കിന് തയ്യാറാവും, ചെറിയ ഒരു അഡ്ജസ്റ്റ് ആവും, വലിയ അല്ല, ഒരു ചെറിയ എന്തെങ്കിലും കുറച്ചൊക്കെ കുറയും. എന്താ കണ്ടല്ലോ, ഇങ്ങനെയാണ് സ്ഥലം വരുന്നത്. നല്ല പരന്ന ഭൂമിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല റോഡ് സൗകര്യം, അതുപോലെ തന്നെ മറ്റെല്ലാം ഈ 500 മീറ്റർ ആണെങ്കിൽ ബസ് സർവീസ് ഉണ്ട്. പിന്നെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടവർക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഏകദേശം 1-2 ബസ്സാണ് ഈ ഒരു ഏരിയയിലൂടെ ഉള്ളത്.
അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് ഏറ്റവും പറ്റിയ ഒരു വീടാണ്. കാരണമില്ല, അത്യാവശ്യം നിസ്സാര വിലക്ക് തന്നെയാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. ഇതാ കുറച്ചൊക്കെ കാട് പിടിച്ചതുകൊണ്ട് ഇതിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ് ഫ്രണ്ട് വരുന്നത്. ഓക്കെ മൈ ഫ്രണ്ട്സ്, അപ്പോൾ പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.